ഹായ്. അപ്പം ഇതാ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നിബു നീച്ചും കടന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്താഴത്തിന് ഞങ്ങളെയും കൂടി വിളിക്കണം, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവർ രണ്ടാളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത്താഴത്തിന് എണീറ്റപ്പോൾ ഓലും കൂടെ ഞാൻ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നിബുവിന് കഴിയണ അത്ര തന്നെ ഓന് നോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ്. അപ്പോൾ ഇക്കുറി ഇതാ നീച്ചു ആദ്യമായിട്ടാണ് നീച്ചു നോമ്പ് നോൽക്കുന്നത്. അൽഹംദുലില്ലാ ഓള് ഇന്നത്തെ നോമ്പ് ഓള് നോറ്റ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഓള് മുറിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് നോമ്പാട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് ഓള് നോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അസറസ്കാരത്തിന് ശേഷം ഞങ്ങൾ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഫസ്റ്റത്തെ നോമ്പിൻ്റെ അന്ന്. അപ്പോൾ നിച്ചുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്കറിയില്ലല്ലോ, ഫസ്റ്റത്തെ നോമ്പ് ആദ്യമായിട്ട് ഓള് നോൽക്കല്ലേ. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് നോൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പോക്ക് നോമ്പ് ഉണ്ടായിരുന്നു, ഓള് സ്കൂളിൽ പോയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഇന്നലത്തെ നോമ്പ് നോറ്റുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവളെ സ്കൂളിൽ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടേതായ പണികൾ തുടങ്ങിയിട്ടുണ്ട്. മക്കൾ അപ്പുറത്ത് ഇരിക്കണുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കണ്ടോ പണിയൊക്കെ എടുക്കണം. ഞങ്ങളെ കൂടെ ഞങ്ങളെ ഉമ്മയുണ്ട് കേട്ടോ. അപ്പം അത് ഇന്ന് ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് തന്നെ പത്തിരി ആയിട്ട് ഒന്ന് ഉണ്ടാക്കണം. അതേക്ക് ബീഫ് കറിയാണ് ഉണ്ടാക്കണത്. അപ്പം ഇന്ന് സ്നാക്സ് ആയിട്ട് ഞാനിതാകണു മുട്ട വെച്ചിട്ടാട്ടോ ഒരു സ്നാക്സ് ഉണ്ടാക്കണത്. അപ്പം അതിക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ ഞാൻ ഇതാകണു ചെറുതായിട്ട് ചോപ്പറിലിട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതാകണു ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കായിട്ട് ആ മുട്ട ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചാൽ അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ ആ ഒരു പല ഷേപ്പിലും ഉണ്ടാക്കാം. ഞാൻ ഏകദേശമൊക്കെ ആ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഒരടുപ്പത്ത് തരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചതിന് ശേഷം ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ട് പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ചോറ്റിക്കുള്ള അരി ഇട്ട് കൊടുത്തു. അത്താഴത്തിനുള്ള ചോറാട്ടോ അടുപ്പത്ത് വേവുന്നത്. അപ്പോൾ നമ്മൾ തരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉമ്മയുടെ സ്പെഷ്യൽ തരിയാട്ടോ. ഉമ്മയാണ് ഇവിടെ തരി ഉണ്ടാക്കൽ. ഉമ്മാൻ്റെ തരിക്ക് വല്ലാത്തൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഉമ്മാനെ കൊണ്ട് തന്നെ തരി ഉണ്ടാക്കിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ് കക്കരിക്കയും കുറച്ച് ഇഞ്ചിയും നാരങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കസ്കസൊക്കെ ആയിക്കൊണ്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു ജ്യൂസ്. പിന്നെ ഷമാമ് വെച്ചിട്ടൊരു ജ്യൂസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേശൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ നേരത്താണ് ഇക്ക വന്നത്. നിബു പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പത്തിരിയും ചിക്കനും ബീഫും ഒക്കെ ചായയൊക്കെ കുടിക്കാതിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.